മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണേ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പുറത്തു പോവുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. എപ്പോഴാ കൽപ്പിച്ചതെന്നറിയാമോ? അതിന്റെ 35-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4:35, 4-ാം അധ്യായം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? അക്കരയ്ക്ക് പോകാൻ. ഹല്ലേലൂയ. ഇവിടെ നിന്ന് കറങ്ങാനല്ലെന്ന് ചിലരുടെ ധാരണ. ഇവിടുന്ന് കിട്ടുന്ന നന്മയും ഇവിടെ കിട്ടുന്ന അനുഗ്രഹവും ഇവിടെ കിട്ടുന്ന ബംഗ്ലാവും ഇവിടെ കിട്ടുന്ന കാറും ഇവിടെ കിട്ടിയതൊക്കെ നല്ല സ്വർണ്ണമാലയും സ്വർണ്ണ കമ്മലുകളും ഒക്കെ ഇട്ട് സുഖിച്ച് പുളച്ച് മതിച്ച് ജീവിച്ച് ഇവിടെ തന്നെ തീരാന്നല്ല. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്നവന്റെ ഉദ്ദേശം നാം അക്കരയ്ക്ക് ചെല്ലാനാ. എവിടെ പോകാനാ ഒന്ന് പറഞ്ഞേ? അവിടെ ചെല്ലണം. കൈ കൊടുത്ത് പറ, ചെല്ലണമെന്ന് പറ. ഹല്ലേലൂയ. ചെല്ലാനാ വിളിച്ചത്, ചെല്ലണം. ഹല്ലേലൂയ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അടുത്ത ഭാഗം. മറ്റു ചെറുപടകുകളും, ശ്രദ്ധിച്ചു കേട്ടോണം, മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശു കർത്താവുള്ള പടകിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. തന്റെ ശിഷ്യന്മാരോട് കൂടെ യേശു കർത്താവുള്ള അതേ പടകിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുക. അപ്പൊ യേശു ഉള്ളിടത്തും ചുഴലിക്കാറ്റ് അടിക്കുവോ? പറ, പ്രശ്നം വരുവോ? അതുകൊണ്ടല്ലേ ചില പ്രശ്നത്തിനകത്ത് ഇതിനകത്ത് ആയതുകൊണ്ടല്ലേ ഇന്ന് ഓടി വന്നേ. ഇല്ല, വരുവോ? എവിടെ കിട്ടാനാ? നമ്മൾ എവിടെയെങ്കിലും കിട്ടുമോ? പരിസരത്ത് കാണത്തില്ല. ഞാലിയാവഴിയുടെ ഏരിയയിൽ പോലും, കറുകച്ചാലിന്റെ ഏരിയയിൽ പോലും, കോട്ടയത്തിന്റെ പരിസരത്ത് പോലും ആരും കാണത്തില്ല. നമ്മള് ചില പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഓടി വരാൻ കർത്താവ്. അപ്പൊ യേശു ഉള്ള പടകിലും എന്തടിച്ചു? ചുഴലി അടിച്ചു. യേശു എന്തെടുക്കുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ഒന്ന് വായിച്ചേ. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. അമരത്ത് തലയണ വെച്ച് ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. പടകിപ്പം മുങ്ങാൻ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പൊങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ബാക്ക് വശം പൊങ്ങുന്നു. പത്രോസ് ബാക്കി നിൽക്കും. അവിടെ പൊങ്ങുമ്പോ പത്രോസ് ഏറ്റവും മുന്നേ വരും. ഹല്ലേലൂയ. യോഹന്നാനും ഇതുപോലെ തന്നെ ഏറ്റവും മുന്നേ വരും. അവിടെ താഴുമ്പോ അടുത്ത് എങ്ങോട്ടാ? അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോ തലയണ വെച്ച് സുഖമായി യേശു ഉറങ്ങാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഞാൻ പറയണം, അവൻ ദൈവകൃപ പ്രാപിച്ചവനായിരിക്കണം. ഇന്ന് പകൽ വിളിച്ചു പറയാം, എത്ര വലിയ കടുകട്ടിയായുള്ള വിഷയമാണെങ്കിലും, മരണകരമായ വിഷയങ്ങൾ നിന്നെ ആഞ്ഞടിച്ചാലും, നീ ദൈവകൃപ പ്രാപിച്ചവനാണെങ്കിൽ, വിളിക്കപ്പെട്ടവനാണെങ്കിൽ, അഭിഷേകം അകത്തുള്ളവനാണെങ്കിൽ വിളിച്ചു പറയാ, നിന്നെ മുക്കാൻ ഒരു ചുഴലിക്കും കഴിയത്തില്ല. 100 വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് പകലിൽ വീഴാഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ മേൽ ഈ അഭിഷേകം കിടക്കുക. ഓ ഹല്ലേലൂയ. മരണകരമായ ആക്സിഡന്റുകൾ നിന്നെ ആഞ്ഞടിച്ചിട്ടും വീഴാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ മേൽ ഒരു നിയോഗം കിടക്കുകയാണ്. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവൻ. ഓ രക്തം ജയം, രക്തം ജയം. പടക് മുങ്ങുവാറായി. ഒരുവൻ തലയണ വെച്ച് കിടന്നുറങ്ങുക. വാക്തത്വമുള്ളവന്റെ തലയണയ്ക്ക് പോലും ഇളക്കം പറ്റത്തില്ലെന്ന്.
ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യ്. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ആരെ ഉണർത്തിയ? ശിഷ്യന്മാരൊക്കെ വട്ടം കൂടി മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുക. ഹല്ലേലൂയ. ഇത് പറയുമ്പോ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകത്തില്ല. ആമേൻ. ഇന്ന് പകലിൽ നാം ആ കടലിലേക്കൊന്ന് ചെല്ലണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കടലിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. കായലിൽ കൂടെ പോയിട്ടുണ്ടല്ലോ, അത് മതി. യേശുവിന്റെ നാമത്തിൽ ബോട്ടെ കയറിയിട്ട് അതുപോലെ ഇറങ്ങിയവർ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ? മരണത്തെ മുഖാമുഖം കണ്ട ശിഷ്യന്മാർ. എന്നാൽ മരണകരമായ ചുഴലിക്കാറ്റ് ഈ പടകിനെ ആഞ്ഞടിച്ചപ്പോഴും സുഖമായി ഉറങ്ങുന്ന ഒരു യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. അടുത്ത ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ശിഷ്യന്മാരെല്ലാം കൂടെ കൂട്ട നിലവിളി. ഈ കടലിൽ മുങ്ങിച്ചാകുന്നതിന് യേശു കർത്താവേ, നിന്റെ വിളി കേട്ട ഇറങ്ങിയത്. നീയാ പറഞ്ഞത് അക്കരയ്ക്ക് പോകാന്ന്. ആ ശബ്ദം കേട്ട ഇറങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ നശിച്ചു പോകുന്നതിനകത്ത് നിനക്ക് ഒരു വിചാരവും ഇല്ലേ? ഹല്ലേലൂയ. യേശു കർത്താവിനെ തട്ടി ഉണർത്തി. ഇന്ന് പകലിൽ പറയാം, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി കർത്താവ് അയക്കാൻ പോവാ. എന്തോ ചില മരണകരമായ അനുഭവങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽ എടുത്തു കളയാൻ പോവുകയാണ്. നിന്റെ സന്തതിയെ ബാധിക്കാനിരുന്ന നിന്റെ വീടടക്കം മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശത്രുവായവൻ പദ്ധതിയിട്ട ചില സാഹചര്യങ്ങളെ ഇന്ന് പകൽ യേശു കർത്താവ് വന്ന് കൈകാര്യം ചെയ്യാൻ പോവുക. മരണകരമായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ള സകലരെയും തീർത്തു കളയാൻ, മുക്കിക്കളയാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ പദ്ധതി ഇന്ന് പകൽ അഴിയാൻ പോകുക. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കാറ്റമർന്നു. വലിയ ശാന്തതയുണ്ടായി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ആരെ കണ്ടാ നമ്മൾ ഇറങ്ങിയേ? രക്ഷിക്കപ്പെട്ടവനോട് ഞാൻ ചോദിക്കുക, ആരെ കണ്ടാ ഇറങ്ങിയേ? യേശുവിനെ. ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോ നീ പിറുപിറുക്കരുത്. കർത്താവിനോട് വിഷയം ഉണ്ടാകുമ്പോ പിറുപിറുക്കരുത്. ശിഷ്യന്മാർ നിലവിളിച്ചതുപോലെ നിന്നെ വിളിച്ചവന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. ഹല്ലേലൂയ. മരണകരമായ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. ദൈവദാസന്മാരെ കുറ്റം പറയരുത്. ഈ ദൈവദാസനെ കണ്ടോണ്ടാണല്ലോ, ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇറങ്ങിയേ, ആ ദൈവദാസനാണല്ലോ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. പിറുപിറുക്കരുത്. ആരെ കണ്ട ഇറങ്ങിയ? ദൈവദാസനെ കണ്ടല്ല ഇറങ്ങിയതെങ്കിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം കരേറ്റിക്കുക. ക്രിസ്തുവിനെ കണ്ടിറങ്ങിയവർക്കായി കർത്താവിന് സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ അവൻ പതറിപ്പോകത്തില്ല. പ്രശ്നം വരുമ്പോൾ അവൻ പതറിപ്പോകത്തില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. കാരണം എന്താ? പടകിന്റെ അമരത്ത് തല വെച്ചുറങ്ങുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ യേശു കർത്താവ് തലയണ വെച്ച് പടകിന്റെ അമരത്ത് കടന്നതെന്നറിയാമോ? അമരവാ പടകിനെ നിയന്ത്രിക്കുന്നേ. ഹല്ലേലൂയ. ഒരു പടകിനെ നിയന്ത്രിക്കുന്നത് എവിടാണെന്നറിയുമോ? അമരത്തിരിക്കുന്നവനാ. ഹല്ലേലൂയ. എത്ര വലിയ ചുഴലിക്കാറ്റുണ്ടെങ്കിലും യേശു കർത്താവിന്റെ തല അമരത്തുള്ളത് കൊണ്ട്, യേശു കർത്താവ് തലയണ വെച്ച് അമരത്ത് കിടന്നുറങ്ങുന്നത് കൊണ്ട്, കുഞ്ഞെ, നിന്റെ ജീവിത തോണി നശിച്ചു പോകത്തില്ലെന്ന്, നീ തകർന്നു പോകത്തില്ലെന്ന്, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നീ വഴി എന്നോട് ദൈവാത്മാവ് പറയുക. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ ഒരു നാൽക്കവലിയിൽ എന്നതുപോലെ നിൽക്കുന്ന ചില അനുഭവങ്ങളിലൂടെ ചിലർ കടന്നു പോകുന്നു. ഇന്നു പകൽ നിനക്കുള്ള വ്യക്തമായ ആലോചന ദൈവാത്മാവ് കൈമാറാൻ പോവുകയാണ്. നീ തകരത്തില്ല. അവൻ നിന്റെ പടകിന്റെ അമരത്ത് യേശു കർത്താവാണെങ്കിൽ ഇന്നു പകൽ നീ തകർന്നു പോകത്തില്ല. അമരം നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവ് നിന്നോടൊപ്പമുണ്ട്.